നമ്മുടെ മാത്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസ് ആണിത്. ടെക്സ്റ്റ് ബുക്കിലെ 30ാമത്തെ പേജിലെ 3ഉം 4ഉം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ 10th ട്രയാങ്കിൾ ഇൻ ദ പാറ്റേൺ? കുറച്ച് ട്രയാങ്കിൾസിന്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ടല്ലേ. ഇതിനകത്ത് 10th ട്രയാങ്കിളിന്റെ സൈഡുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മച്ച് മോർ ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് ദ 9th? ഏതൊക്കെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്? 10th ട്രയാങ്കിളിന്റെയും 9th ട്രയാങ്കിളിന്റെയും. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? 10th ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം, 9th കണ്ടുപിടിക്കണം അല്ലെ. ഇവിടെ ഞാൻ 10th ട്രയാങ്കിളിന്റെയും 9th ട്രയാങ്കിളിന്റെയും എല്ലാ സൈഡ്സും കണ്ടുപിടിക്കാനായിട്ട് പോവാം. അതിനു മുമ്പ് ഈ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് അറിയണ്ടേ. ആദ്യത്തെ ട്രയാങ്കിൾ നോക്കിക്കേ, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് എത്രയാണ്? പെർപെൻഡിക്കുലർ സൈഡ്സ് എത്രയാണ്? 1 മീറ്റർ 1 മീറ്റർ അല്ലെ. 1 മീറ്റർ 1 മീറ്റർ പെർപെൻഡിക്കുലർ സൈഡ് ആണ് എങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. എത്രയാണ്? √2 എന്ന് നമുക്ക് കിട്ടും. അതെങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സ്ക്വയറുകളുടെ സമ്മ് ആരോട് ഈക്വൽ ആണ്? ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയറിനോട് ഈക്വൽ ആണ് അല്ലെ. അതായത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ കിട്ടും അല്ലെ. ദാറ്റ് മീൻസ് 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ ആണ്. അതായത് 2 ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് ഹൈപ്പോട്ടിന്യൂസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? √2 കിട്ടും. അത് ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ. ഇനി സെക്കൻഡ് ട്രയാങ്കിളിന്റെ എത്രയാണ്? പെർപെൻഡിക്കുലർ സൈഡ്സ് എത്രയൊക്കെയാണ്? √2 ഇവിടെ കിട്ടി, ഇവിടെ 1 ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസോ? പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സ്ക്വയറുകളുടെ സമ്മ് ദാറ്റ് മീൻസ് √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലെ. എത്ര വരും? √2 സ്ക്വയർ 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ ആണ് 3. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസോ? √3. ഇനി മൂന്നാമത്തെ റൈറ്റ് ട്രയാങ്കിളിന്റെ എത്രയാണ്? √3 1. ഇതൊക്കെയാണ് പെർപെൻഡിക്കുലർ സൈഡ്സ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസോ? √3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. √3 സ്ക്വയർ 3 തന്നെയാണ്. സോ 3 + 1 ദാറ്റ് ഈസ് 4 √4 അല്ലെ. √4. ഇനി നാലാമത്തെ റൈറ്റ് ട്രയാങ്കിളിന്റെയോ? √4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലെ. അതായത് 4 + 1 5 √5 എന്ന് കിട്ടും. ഈ ഒരു പാറ്റേൺ ഞാൻ ഇവിടെ എഴുതാനായിട്ട് പോവാ. അതായത് ഒന്നാമത്തെ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡുകൾ ഏതൊക്കെയാണ്? 1 1 √2 അല്ലെ. 1 1 √2. രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിളിന്റെയോ? രണ്ടാമത്തേത് 1 √2 √3 അല്ലെ. 1 √2 √3. ദെൻ മൂന്നാമത്തതോ? ഇതാണ് മൂന്നാമത്തെ അല്ലെ. 1 √3 √4. 1 √3 √4. നാലാമത്തതോ? നാലാമത്തത് 1 √4 √5. 1 √4 √5. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായോ? അഞ്ചാമത്തത് എത്രയായിരിക്കും? ആദ്യത്തെ സൈഡ് എല്ലാം 1 മീറ്റർ അല്ലെ. 1 മീറ്റർ. അതായത് അഞ്ചാമത്തതിന്റെയും ആദ്യത്തെ സൈഡ് എത്രയാണ്? 1 മീറ്റർ ആയിരിക്കും. ഇനി രണ്ടാമത്തെ സൈഡോ എങ്ങനെ കൂടി പോകുന്നത്? ഒന്നാമത്തതിന് 1, രണ്ടാമത്തതിന് √2, മൂന്നാമത്തതിന് √3, നാലാമത്തതിന് √4. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തതിനോ? √5. അടുത്തത് മൂന്നാമത്തെ സൈഡോ? ഒന്നാമത്തതിന് √2 ഒന്ന് കൂടി അല്ലെ. രണ്ടാമത്തതിന് √3, അതായത് 2ന് 3 അല്ലെ. 3നോ? 4 √4 അല്ലെ. 4നോ? 5 അല്ലെ. √5. അപ്പൊ 5നോ? 6 √6. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കേണ്ടത്? ഒൻപതാമത്തതാ അല്ലെ. ഇങ്ങനെ പോകുന്ന ഒൻപതാമത്തതിന് ഏതാ? ഒന്നാമത്തെ സൈഡ് എപ്പോഴും ഇത് തന്നെയാണ്, 1 തന്നെയാണ് അല്ലെ. 1. രണ്ടാമത്തെ സൈഡോ? 1ന് 1, 2ന് 2 അല്ലെ. √2, 3ന് 3 √3 അല്ലെ. അപ്പോൾ 9നോ? 9 √9. അടുത്തതോ? മൂന്നാമത്തതോ? 1ആയപ്പോ 2, 2ആയപ്പോ 3 √3, 3ആയപ്പോ 4 അല്ലെ. √4. അപ്പൊ 9 ആകുമ്പോഴോ? 10 √10. ഒൻപതാമത്തതിന്റെ എല്ലാം കിട്ടി. ഇനി പത്താമത്തതും വേണ്ടേ? പത്താമത്തെ ട്രയാങ്കിളിന്റെയോ? ആദ്യത്തത് ഫിക്സഡ് ആണ് 1. രണ്ടാമത്തെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതേ നമ്പർ അല്ലെ. 10ന് √10. അടുത്തത് മൂന്നാമത്തെ സൈഡോ? 9ന് 10. അപ്പൊ 10നോ?
11 അല്ലെ, റൂട്ട് 11 ആ സൈഡ് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ. ഇങ്ങനെ വരയ്ക്കുന്ന 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം ഏതൊക്കെയാണ്? 10ാമത്തതിന്റെ വശങ്ങളുടെ നീളം ഏതൊക്കെയാണ്? 1 റൂട്ട് 10 റൂട്ട് 11. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ. രണ്ടാമത്തത്, 10ാമത്തെ ത്രികോണത്തിന് 9ാമത്തെ ത്രികോണത്തെക്കാൾ ചുറ്റളവ് എത്ര കൂടുതലാണ്? അപ്പോൾ നമുക്ക് രണ്ടിന്റെയും ചുറ്റളവ് കണ്ടുപിടിക്കണം അല്ലെ. ആദ്യം ഞാൻ 9ാമത്തെ ത്രികോണത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് പോവാം. ഇതല്ലേ ഓരോ വശങ്ങളും. ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കും? എല്ലാം കൂടെ കൂട്ടിയാൽ മതി അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1 പ്ലസ് റൂട്ട് 9 പ്ലസ് റൂട്ട് 10. ഇത് കൂട്ടാനായിട്ട് റൂട്ട് 10ന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല അല്ലെ, അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അടുത്തത് 10ാമത്തെ ത്രികോണം. 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾ ഏതൊക്കെയാ? 1 റൂട്ട് 10 റൂട്ട് 11 അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് 10 പ്ലസ് റൂട്ട് 11. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം അല്ലെ. അപ്പോൾ ഡിഫറൻസ് എങ്ങനെ കാണും? 10ാമത്തതിന്റെ ചുറ്റളവിൽ നിന്ന് 9ാമത്തത് കുറയ്ക്കണം. ഇപ്പോൾ 10ാമത്തത് എത്രയാണ്? 1 പ്ലസ് റൂട്ട് 10 പ്ലസ് റൂട്ട് 11. അതിൽ നിന്ന് ഏത് സബ്ട്രാക്ട് ചെയ്യണം? 9ാമത്തത് സബ്ട്രാക്ട് ചെയ്യണം. അതായത് 9ാമത്തത് ഇതല്ലേ, 1 പ്ലസ് റൂട്ട് 9 പ്ലസ് റൂട്ട് 10. അത് മൈനസ് ആയതുകൊണ്ട് ബ്രാക്കറ്റിൽ ഇടാം. അടുത്തത് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. അപ്പോൾ എങ്ങനെ കിട്ടും? ഈ ബ്രാക്കറ്റിന്റെ ചിഹ്നം പോസിറ്റീവ് ആണ് അല്ലെ, അത് കാരണം ഇതിന് സൈൻ ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല. 1 പ്ലസ് റൂട്ട് 10 പ്ലസ് റൂട്ട് 11. അടുത്തത് ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? ഈ ബ്രാക്കറ്റിന്റെ സൈൻ മൈനസ് ആണ്, അത് കാരണം ഈ ബ്രാക്കറ്റിന് മുഴുവനായിട്ട് ഏത് സൈൻ കൊടുക്കണം? മൈനസ് കൊടുക്കണം അല്ലെ. അതായത് ഓരോ സംഖ്യയ്ക്കും മൈനസ് കൊടുക്കുക. ആദ്യം 1ന് മൈനസ് കൊടുക്കുമ്പോൾ -1, ദെൻ റൂട്ട് 9ന് മൈനസ് കൊടുക്കുമ്പോൾ മൈനസ് റൂട്ട് 9, അടുത്തത് ഇതിന് കൊടുക്കുമ്പോഴോ മൈനസ് റൂട്ട് 10. ഇനി ഇത് ക്യാൻസൽ ആക്കാനുള്ളത് ഏതൊക്കെയാ? 1 -1 അല്ലെ. ഇത് പോസിറ്റീവ് 1, ഇത് നെഗറ്റീവ് 1, ഓപ്പോസിറ്റ് സൈൻ അല്ലേ, അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും. 1ഉം -1ഉം ക്യാൻസൽ ചെയ്യാം. പിന്നെ അതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ റൂട്ട് 10 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് റൂട്ട് 10 ഉണ്ട് അല്ലെ, അതായത് അത് ഓപ്പോസിറ്റ് സൈൻ ആണല്ലോ. അപ്പൊ റൂട്ട് 10ഉം മൈനസ് റൂട്ട് 10ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇതിനകത്ത് ഏതൊക്കെയുണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു റൂട്ട് 11 ഉണ്ടല്ലോ, സോ റൂട്ട് 11. പിന്നെ ഏതാ ഉള്ളേ? മൈനസ് റൂട്ട് 9 ഇവിടെ ഉണ്ടല്ലോ, മൈനസ് റൂട്ട് 9. ഇതിനകത്ത് റൂട്ട് 11ന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല അല്ലെ. റൂട്ട് 9ന്റെ അറിയാം, അത് എത്രയാണ്? 3 അല്ലെ. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി നിർത്താം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 11 മൈനസ് റൂട്ട് 9 എത്രയാ? 3 അല്ലെ, 3. ഇത്രയും മീറ്റർ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ രണ്ടിന്റെയും പെരിമീറ്റർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? റൂട്ട് 11 മൈനസ് 3 മീറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ with perpendicular sides root 2 cm and root 3 cm? How much more is the sum of the perpendicular sides than the hypotenuse? അതായത് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ട് അല്ലെ. എത്രയൊക്കെയാണ്? റൂട്ട് 2 റൂട്ട് 3. ഇനി നമ്മളുള്ള ചോദ്യം എന്നാ? ഈ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സമ്മ് ഹൈപ്പോട്ടന്യൂസിനേക്കാൾ എത്ര കൂടുതലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തും കൂടെ കണ്ടുപിടിക്കണമായിരിക്കും? ഹൈപ്പോട്ടന്യൂസും കൂടെ കണ്ടുപിടിക്കണം അല്ലെ. അതായത് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്, അതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് റൂട്ട് 2ഉം റൂട്ട് 3ഉമാണ്. നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കണം? ഹൈപ്പോട്ടന്യൂസും കൂടെ കണ്ടുപിടിക്കണം അല്ലെ. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാലോ. എന്താണ് പൈതഗോറസ് തിയറം? പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സ്ക്വയറുകളുടെ സമ്മ് ആരോട് ഈക്വൽ ആയിരിക്കും? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പോൾ ഞാൻ പൈതഗോറസ് തിയറം എഴുതാനായിട്ട് പോവുക. പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സ്ക്വയറുകളുടെ സമ്മ്, അതായത് ഏതൊക്കെയാ സൈഡുകൾ? റൂട്ട് 2 അതിന്റെ സ്ക്വയർ പ്ലസ് റൂട്ട് 3 അതിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതിനോട് ഈക്വൽ ആണ്? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിനോട് ഈക്വൽ ആണ്. റൂട്ട് 2ന്റെ സ്ക്വയർ എത്രയാ? റൂട്ടും സ്ക്വയറും ഓപ്പോസിറ്റ് അല്ലേ, അതായത് അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. നമുക്ക് എത്ര കിട്ടി? 2 പ്ലസ് റൂട്ട് 3 സ്ക്വയർ, ഇതുപോലെ തന്നെ സ്ക്വയറും റൂട്ടും ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ട് അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. സോ എത്ര കിട്ടി? 3. ദാറ്റ് ഈസ് ഈക്വൽ ടു h സ്ക്വയർ. 2 പ്ലസ് 3 5, ദാറ്റ് ഈസ് ഈക്വൽ ടു h സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും? റൂട്ട് 5 അല്ലെ. റൂട്ട് 5 ആണ് ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ നമുക്ക് എല്ലാ സൈഡുകളും കിട്ടിയില്ലേ? റൂട്ട് 2 റൂട്ട് 3 ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 5 അല്ലെ. ഇനി ചോദിച്ചിരിക്കുന്നത്
പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സമ്മ് ഹൈപ്പോട്ടിനിസിനെ കഴിഞ്ഞും എത്ര കൂടുതലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലെ. അതായത് പെർപെൻഡിക്കുലർ സൈഡ്സ് ഏതൊക്കെയാണ്? √2ഉം √2 പ്ലസ് പിന്നെ ഏതാണ് √3. ദാറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ ഏതൊക്കെയാണ്? √2ന്റെ വാല്യൂ 1.41 പ്ലസ് √3യുടെ വാല്യൂ 1.73. അത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്തേ. 1.41 പ്ലസ് 1.73. 1 plus 3 4. 4 plus 7 11. Then remainder 1 ഉണ്ടല്ലേ. 1 plus 1 plus 1 3. 3.14 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.14 സെന്റിമീറ്റർ. അടുത്തത് ഹൈപ്പോട്ടിനിസ് എത്രയാണ്? √5 അല്ലെ. √5 ആണ് നമ്മുടെ ഹൈപ്പോട്ടിനിസ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സമ്മ് നമ്മൾ ഡെസിമൽ നമ്പർ ആയിട്ട് എഴുതി, അപ്പോൾ ഹൈപ്പോട്ടിനിസും ഡെസിമൽ നമ്പർ ആയിട്ട് എഴുതണ്ടേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √5ന്റെ ഡെസിമൽ ഫോം ഏതാ? അത് 2.24 ആട്ടോ. 2.24. അത് ബൈഹാർട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക. √5ന്റെ ഡെസിമൽ ഫോം 2.24 ആണ്. 2.24 സെന്റിമീറ്റർ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ ചോദിച്ചേക്കുന്നത്. അതായത് സമ്മിൽ നിന്ന് ഹൈപ്പോട്ടിനിസിന്റെ ലെങ്ത് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. ഡിഫറൻസ് ഈക്വൽ ടു സമ്മിൽ നിന്ന് എത്ര സമ്മ്? 3.14 മൈനസ് 2.24. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയൊന്ന് ചെയ്ത് നോക്കിക്കേ. 3.14 മൈനസ് 2.24. 4 minus 4 0. 1 minus 2 അതായത് 11 minus 2 9. Then decimal point. Then ഇവിടെ 2 ഉള്ളൂ അല്ലെ. 2 minus 2 0. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എത്ര കിട്ടിയത്? 0.90 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് ഒരു കാര്യം ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുണ്ട്. √5ന്റെ വാല്യൂ എത്രയാണ്? 2.24 ആണ് √5ന്റെ വാല്യൂ. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ കൂടെ വരാം. √2 പ്ലസ് √3. ചിലപ്പോൾ അത് √2 പ്ലസ് √3 √5 ആയിട്ട് എഴുതും. √5 അത് ശരിയാണോ? അല്ല. √2ന് ഒരു വാല്യൂ ഉണ്ട്, √3ക്ക് വേറൊരു വാല്യൂ ഉണ്ട്. അത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് √2 പ്ലസ് √3. അല്ലാതെ 2ഉം 3 കൂടെയും കൂട്ടി വെച്ച് √5 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ.